ഹാപ്പി ഫ്രെയിംസിലെ ഒരു നേപ്പാളി മലയാളി കപ്പിൾ നാനി ആൻഡ് സച്ചു. ഹലോ ഗൈസ്, വെൽക്കം ടു ഹാപ്പി ഫ്രെയിംസ്. ടാസ്ക് ആയിട്ടാണ് വന്നത്. നീയല്ലേ ഇവിടെ ആങ്കർ? എനിക്ക് മലയാളം അറിയില്ല നമ്മൾ വിചാരിക്കും, പക്ഷെ അങ്ങനെയല്ല, അവൾക്ക് എല്ലാം നന്നായിട്ട് അറിയാം. നീ നേപ്പാളി പഠിച്ചോ? എനിക്ക് അറിയാന്നുള്ളത് ഇവരുടെ ഭാഷയില് അത് നമ്മുടെ ഭാഷയിലുണ്ടല്ലോ. എനിക്കിത് മാത്രം പോരെ. ഇവളെന്തെങ്കിലും ചോറ് വേണോന്ന് വെച്ചാ ചോറ് വേണ്ടെന്ന് വെച്ചാ അത് മാത്രം പോരെ. പിന്നെ ബീറ്റ് എടുത്ത് റാപ്പടി റാപ്പടി ചൊപ്പു തീപ്പൊടി തീ പിടിച്ചിന്റെ മൂട്ടിൽ മിനി നേരം കൊണ്ടൊരു മാത്തിരി. എവിടെ നിന്ന് ഒപ്പിച്ചു? സൂപ്പർ ആയിരുന്നു എല്ലാ ദിവസമൊക്കെ. ഞാൻ ഇവിടെ നോക്കി, ആളും എന്നെ നോക്കിയാണ്. ഞാനൊന്നു നോക്കി, അവൾ എന്നെയും നോക്കി. രണ്ടുപേരും ഇങ്ങനെ നോക്കി. That was like the best. ഞങ്ങൾക്ക് കിട്ടിയതിലെ ഏറ്റവും ബെസ്റ്റ് മൊമെന്റ് അവിടെയാണ്. എന്തൊരു ചേലാണ് നെഞ്ചില് നീരാ. നമ്മൾ ഈ പെമ്പിള്ളേരെ വായി നോക്കുന്ന ടീംസ് ഒന്നും അല്ല. അവരിട്ടിരുന്ന അയ്യേ സച്ചോ, ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ ഒരു പ്രത്യേക സ്റ്റൈൽ വേണം. He calls me like this. How? Like this. എങ്ങനെയാണ് വിളിച്ചത്? Like that. ഗ്രാൻഡ്മ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു അവള്. ഇപ്പോഴത്തെ പെമ്പിള്ളേരെ പേര് ഊന്നൊക്കെ ആയിരിക്കത്തില്ലേ? I'm a Barbie girl in the Barbie world. സത്യം പറഞ്ഞ എനിക്ക് ആളെ ഇഷ്ടപ്പെട്ടു. ഞാൻ ആളടുത്ത് ഇന്ന് രാത്രി എന്തായിരുന്നു അന്ന് രാത്രി അന്ന് രാത്രി That day, that Like അന്ന് രാത്രിയാണോ propose ചെയ്യുന്നത്? വേറെ ഒന്നുമില്ല, ഫുഡ് കഴിക്കാൻ ഒരുമിച്ചാ. ഞാനൊന്നും ചോദിച്ചില്ലല്ലോ. അല്ല, അന്ന് രാത്രി എന്നോട് ചോദിച്ചാ എങ്ങനെയെന്നറിയോ? അറിയോ ഓക്കെ എന്ന്. പിന്നെ നമ്മക്കത് പോരെ മച്ചാൻ, അത് പോരളിയാ. That was the time he said I love you for the first time. നിന്ന് ടെൻഷൻ ആവണെന്ത്? അല്ല ഇവളെന്തിനാ പറയൂന്ന് ആലോചിച്ച് നോക്കിയതാണ്. ഇന്ന് റിസൾട്ട് വന്നിട്ടേ ഉള്ളൂ. എന്നിട്ട് സത്യം ശരിക്കും ഇറ്റ്സ് വെരി നൈസ്. അപ്പൊ വീട്ടിലെ പാരന്റ്സ് ഒക്കെ അറിഞ്ഞോ ഈ ഒരു കാര്യം? ഈ ഇടയ്ക്ക് അറിഞ്ഞേ ഉള്ളൂ. ആള് സീനാണ്. ആളെന്തേലും മിണ്ടിക്കഴിഞ്ഞാ അരയില് കത്തിയും തോക്കൊക്കെ ഉണ്ട്. എടാ പേടിയുണ്ടോ? ആന Anna. അലറലോ ഡലറൽ. Wait. Alaralo. ഡലറൽ Alaralo. ഡറ പച്ച പരിഷ്കാരി പച്ച മലയാളി ബുർഷർ മുതലാളി മദ്യം മധുരാശി. We are going to have a lot of fun, so stay tuned. Please like, share and subscribe to Happy Frame. ഹലോ എവ്രി വൺ, വെൽക്കം ടു ഹാപ്പി ഫ്രെയിംസ്. ഇന്ന് ഹാപ്പി ഫ്രെയിംസിൽ ശരിക്കും ഒരു ഹാപ്പി ഫ്രെയിം ആണിത്. കാരണം സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ രണ്ടുപേരും ഭയങ്കര സ്റ്റാറായിട്ട് നിൽക്കുകയാണ്. ഒരു നേപ്പാളി മലയാളി കപ്പിൾ നാനി ആൻഡ് സച്ചു. അവരുടെ ശരിക്കുള്ള പേര് ലിജോൺ ആൻഡ് സ്വസ്തിക. അപ്പോൾ അവരാണ് ഇന്ന് എൻ്റെ കൂടെ ഗസ്റ്റായിട്ട് ജോയിൻ ചെയ്യുന്നത്. സോ ലെറ്റ്സ് വെൽക്കം നാനി ആൻഡ് സച്ചു. Hello, welcome to my YouTube channel. Hello guys, welcome to Happy Frames. We are here with you today. So we are going to have a lot of fun. So stay tuned. Please like, share and subscribe to Happy Frames. Yay! Can you say this in Malayalam? Appo guys, Happy Frames ni like, share and subscribe cheyuga and lots of love ningal show cheyuga. ഓക്കെ നൈസ്. ഓക്കെ, അതിന് മുന്നേ പറയാനുള്ള ഒരു കാര്യം, ഏറ്റവും സർപ്രൈസിങ് ആയിട്ട് ഞാൻ മെസ്സേജ് അയച്ചു. അപ്പോൾ എനിക്ക് സച്ചു റിപ്ലൈ തന്നു. ഞങ്ങൾ കുറച്ച് ടോക്സ് ഒക്കെ കുറേ ആയി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ അറ്റ് ലാസ്റ്റ് ഈ ഒരു ഡേറ്റിൽ നമ്മൾ ഫിക്സ് ചെയ്തു. അത് കഴിഞ്ഞ് വിളിക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത് നമ്മൾ നെയ്ബേഴ്സ് ആണ് ഗൈസ്. നെയ്ബേഴ്സ് ആയിട്ട് എത്ര വർഷമായി? ഒരു 4-5 വർഷമായി നെയ്ബേഴ്സ് ആയിട്ട്. അത്രയാടാ? സത്യം. ശരിക്കും? +2 കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇവിടെ വന്നതാ. നീ ഇതുവരെ ഇവിടെ കണ്ടിട്ടില്ല? ഞാൻ കണ്ടിട്ടുണ്ട്. വീടിന്റെ ഫ്രണ്ട് ഞാൻ എന്റെ അനിയത്തി ഒക്കെ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ ഒരു ദിവസം നടന്നു പോയ സമയത്ത് ഐ ഷോ ചെയ്തില്ലേ,
അപ്പൊ ഞാൻ നോക്കിയോ നിങ്ങളെ? ഇല്ല, ഞങ്ങൾ ഓട്ടോയിലായിരുന്നു. ഞാൻ കാണാത്ത സെലിബ്രേറ്റ് ഇല്ല, അതുകൊണ്ട്. പോടാ, അത് ഞാൻ സത്യമായിട്ടും കണ്ടിട്ടില്ല ഗൈസ്. അപ്പൊ എന്റെ വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് സച്ചു താമസിക്കണത്. അതെനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ ഇനി നമ്മൾ കാണും. വിളിക്കണം എന്നെ, അങ്ങോട്ട് വരാം. ഞാനീ വരുമ്പോൾ എന്നെ വിളിക്കണം. യെസ്. അപ്പോ എവിടെ നിന്ന് ഒപ്പിച്ചു? കോളേജിൽ നിന്ന് കിട്ടിയത്. കോളേജിൽ നിന്ന് കിട്ടിയതാ? പറ, നിങ്ങളുടെ ലവ് സ്റ്റോറി പറ. എപ്പ കണ്ടു? ആരാണ് ആദ്യം പ്രൊപ്പോസ് ചെയ്തത്? അവള് തന്നെ. അല്ല, ഞാൻ ആദ്യം ഒരു കാര്യം പറയാം. എനിക്ക് മലയാളം അറിയില്ല നമ്മൾ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല, അവൾക്ക് എല്ലാം നന്നായിട്ട് അറിയാം. അതുകൊണ്ട് നിന്റെ കള്ളത്തരങ്ങളൊന്നും നടക്കില്ല അല്ലേ? ഇല്ല അല്ലേ? എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ മലയാളത്തിൽ സംസാരിക്കുന്നത്. ബിക്കോസ് എനിക്ക് മലയാളം മനസ്സിലാവും. അപ്പോൾ നിങ്ങളുടെ ലവ് സ്റ്റോറി എപ്പ കണ്ടു, ആരാദ്യം പ്രൊപ്പോസ് ചെയ്തു, ഇതൊക്കെ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാം. Please stop with this, okay? You're such a ഞാൻ ആ liar. സമയത്ത് You're such a liar. ഇവൻ വാ തുറന്ന കള്ളം അതല്ല മാത്രമേ പറയൂ. സംഭവം വെയിറ്റ് ആക്ക്. ഞാൻ ആ സമയത്തില്ലേ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ +2 കഴിഞ്ഞപ്പോ ഞാൻ കോളേജിൽ കയറിയ സമയത്ത്, അപ്പൊ ആ സമയത്തൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും ഇങ്ങനെ ഒന്നും അല്ലല്ലോ. നല്ല കളറൊക്കെ കാണും. വീട്ടിൽ ഇരിക്കുന്ന സമയത്തല്ലേ, നല്ല കളറൊക്കെ ഉണ്ട്, അടിപൊളിയാണ്. അപ്പൊ ആള് എന്നെ കണ്ടപ്പോഴേ ആൾക്ക് എന്നെ തന്നെ ഫസ്റ്റ് ടൈം ഇഷ്ടപ്പെട്ടു. അല്ല ആ ഫസ്റ്റ് ഇതിന് ഞാൻ ഒരു ഉത്തരം പറയാം. നിനക്ക് എന്നെ കണ്ടപ്പോ ഇഷ്ടായോ ഇല്ലേ? Yes. കണ്ട, ഞാൻ പറഞ്ഞില്ലേ. ഇത് രണ്ട് കോളേജിലാണേ. ഞാൻ എന്റെ കോളേജും കാര്യങ്ങളൊക്കെ സെക്കൻഡ് ഇയർ ആയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് സൈക്കാട്രിക് പോസ്റ്റിംഗ് വന്നു. സൈക്കാട്രിക് പോസ്റ്റിങ്ങിന് ഞങ്ങൾക്ക് I was there for like 30 days. Okay. Like we had posting for 1 month, and he came after 15 days. So he was basically there for 15 ഞങ്ങൾക്ക് days. 30 ആയിരുന്നു. നീ എന്താ 15 ദിവസം അവിടെ പോയച്ച്? അല്ല, ഞങ്ങൾ എല്ലാരും ഉണ്ട്. ഞങ്ങൾക്ക് പോസ്റ്റിങ്ങിന് പോവണ്ട. ആ ഒരു ഇതിൽ സംസാരിച്ചു ഇറക്കിയൊക്കെ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ അതിനെ കുറച്ച് 12 ആക്കി ആദ്യം. ഓക്കെ, പിന്നെ അവര് പറഞ്ഞു രണ്ട് ദിവസം കൂടി കൂടുതലുണ്ട്, ഒരു 15 ആയിട്ട് കണക്കാക്കിയിട്ട് പോവാന്ന് വെച്ചു. ഓക്കെ. അങ്ങനെ 15 ദിവസത്തെ പോസ്റ്റിങ്. ആദ്യമൊന്നും ഞങ്ങളെ കാണുന്നില്ല. 15 ദിവസമായിട്ട് ഞാൻ അവിടെ ഉണ്ട്. ആളവിടെ ഉണ്ട്. അതൊക്കെ സൂപ്പർ ആയിരുന്നു എല്ലാ ദിവസമൊക്കെ. That was like the best. Those were like the best days. ഞങ്ങൾക്ക് കിട്ടിയതിലെ ഏറ്റവും ബെസ്റ്റ് മൊമെന്റ് അവിടെയാണ്. Because we had no phones, no one അതിൽ to ഫോണൊക്കെ പിടിച്ചു contact. വെച്ചു. അപ്പൊ അങ്ങനെ കയ്യിൽ നിന്ന് ഫോണൊക്കെ പോയി. ആളൊന്നും ആദ്യം കാണുന്നില്ല. ഞാൻ തിരിച്ചു പോകുന്നതിന് ഒരു 5 ദിവസം അല്ലേ, 5 days. Yeah. അപ്പൊ 10 ദിവസം കഴിഞ്ഞിട്ടാണ് നീ 10 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ആളെ കാണുന്നത്. ഓക്കെ, കാണുന്നത് എങ്ങനെയാന്ന് അറിയാം. അതൊക്കെയാണ് സീന്. It might sound very filmy, okay? Like നമ്മളിപ്പോ പറയുമ്പോ നിങ്ങൾ വിചാരിക്കും, സത്യം പറയും, നിങ്ങൾ എല്ലാരും വിചാരിക്കും നമ്മള് കഥ ഇറക്കുകയാണെന്ന് വിചാരിക്കും. പക്ഷെ കഥ ഇറക്കല്ലോ ഗൈസ്. ഇതിപ്പോ പറയുമ്പോ വിശ്വസിക്കാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ഒന്ന് അറിയോ? ഞങ്ങളുടെ കൂടെ പഠിച്ചവര് മാത്രം. ഞാൻ വിശ്വസിക്കൂടാ. I was in a different block, he was in a different block. After lunch, I guess. Yes. So after lunch, what happened exactly? Could you please explain after that? ഞാൻ പറയാം. ഞാനാണെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഉച്ച കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് അവളും ഇവളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഉള്ളില് അവിടുത്തെ പേഷ്യന്റിനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ആളെ നോക്കി. എന്തെടുത്തോണ്ടിരിക്കായിരുന്നു അവിടെ അമ്മച്ചിമാരെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളും അങ്ങോട്ട് കയറി? അല്ല, ഉള്ളി പോവാൻ പറ്റൂല, പുറത്ത്. ഓക്കെ, പുറത്തൊരു ഹാള്. ഇതിങ്ങനെയാണെങ്കി ഇങ്ങനെ, ഇവിടെ ഒരു ഹാള്, ഇത് റൂം, ഇവിടെ ഇവള് നിക്കുന്നു, ഞങ്ങള് ഈ ഹാളില് ഇങ്ങനെ നിക്കുന്നു. മനസ്സിലായി? അന്ന് അടിപൊളി മഴ. അപ്പോ റെസിഡന്റിനൊന്നും പുറത്തിറങ്ങാൻ പറ്റൂല. So it was like the tea time. Okay. Then, so they asked us, could you please go and bring us some tea? Like that. Then we were already dressed up. So we said, and we were actually wearing white when you're wearing some pants. And because we were not allowed to wear pants and shirt and all of that, we had to wear. അന്ന് നീ ഏത് ഡ്രസ് ആയിരുന്നത്? അത് നിനക്ക് ഓർമ്മയില്ലേ? യെല്ലോ അല്ലേ? No. അയ്യേ സച്ചോ, എനിക്ക് നോർമലി കുറെ കാര്യങ്ങൾ മറന്നു ഇല്ലേ ഞാനി? എന്നാലും ഇപ്പൊ നീ ഒന്ന് ആലോചിച്ചൊക്കെ ഏത് കളർ ഡ്രസ് അവള് ഇട്ടേ? ബ്ലൂ ആണ്? No. ഇല്ല, ഇന്ന് തീർന്നിട്ടാണ്. റെഡ് ആണ്? No. എന്നാ പിന്നെ എല്ലാ കളറും അങ്ങ് പറ. പാന്റ് ഷർട്ടും ഇല്ലേ? I can give you the detail. I can give you the detail about what you were wearing that day. കണ്ട, ഡീറ്റെയിൽ ആയിട്ട് അവള് പറയും. നിനക്ക് കളർ പോലും ഓർമ്മയില്ല. സംഭവം എന്തെന്നറിയോ? നമ്മൾ ഈ പെമ്പിള്ളേരെ വായി നോക്കുന്ന ടീംസ് ഒന്നും അല്ല. എന്തേ ഉണ്ടോ? പറ, അങ്ങനെ ഉണ്ടോ? Yes, of course.
എടാ നീ ഒന്ന് ആലോചിച്ച് നോക്ക്, ആ വരാന്തയില് നീ ആ മുറിക്കാത്ത അവളന്നിട്ട് ആ കുർത്തിയുടെ കളർ ഏതായിരുന്നു? Yes. കുർത്തിയല്ല, ഒരു ടോപ്പ്, എന്തെങ്കിലും ആയിക്കോട്ടെ, വൈറ്റ് കളർ പാന്റ്, വൈറ്റ് കളർ പാന്റ്. Pant, yes, you're correct. Then what color? ഞാൻ ഇതുപോലെ മറന്നു പോകുന്ന ടീംസ് ആണ്. അതാ സാരില്ല, നീ ഗീവ് അപ്പ് എന്ന് പറ. അപ്പോൾ give up. Okay, so I was wearing a light green floral kurti. Floral printed kurti. ഓർമ്മയുണ്ടാ അതില് പൂക്കൾ ഉണ്ടായിരുന്നതൊക്കെ? ഓർമ്മയുണ്ടാ? എന്റെ ഓർമ്മയിൽ ഏതെന്നറിയോ, ഒരു മഞ്ഞയാണെന്ന് തോന്നുന്നു. No. So I'll tell you what he was. What Para. you were wearing. Okay. You were wearing a black t-shirt with a cap. Then there was a space dog on his t-shirt. Then he was wearing a jeans and a Nike shoe. കൈയടിക്കടാ, കൈയടിക്കടാ. ആ, come back to the story. ആ, അപ്പോ ആളവിടെ നിപ്പുണ്ട്. ഞാൻ ഇവിടെ നോക്കി, ആളും എന്നെ നോക്കി കേട്ടാ, ഇല്ലാന്ന് പറയണ്ട, നോക്കിയില്ല. Yes, I did. രണ്ടുപേരും ഇങ്ങനെ നോക്കി. പിന്നെ നമ്മളിങ്ങനെ നടന്നൊക്കെ നോക്കത്തില്ലേ, ആ വാതിലിന്റെ ആ സൈഡിൽ കൂടിയൊക്കെ He ഇങ്ങനെ. was actually peeping from that window. I was there with that grandmother speaking to her. And he വേറൊരു കോമഡി ഗ്രാൻഡ്മ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു അവള്. ഇല്ലേ, ഉണ്ട്. പിന്നെ എങ്ങനെ No. പിന്നെ എങ്ങനെ Okay, that grandmother was here, okay? Window is that side, okay? Then he's looking at me from that ഗ്രാൻഡിനെ നോക്കിയ window. പോരെ, നിന്റെ അവിടത്തെ അവർക്ക് I was ഗ്രാൻഡിന്റെ talking to her when somebody... നീ വന്ന് നോക്കുമ്പോ അവളുടെ കോൺസെൻട്രേഷൻ പോണോ, അതാ പ്രശ്നം. അതിന്റെ കാരണം എന്താ, നമ്മൾ അത്യാവശ്യം ഒരു അടിപൊളി ചെറുക്ക വന്ന് നോക്കുമ്പോ അങ്ങനെയാണ്. ഇല്ലേ, So that window was that side, okay? And then he was peeping. He was literally looking at me, and I was talking to that grandmother. So obviously, when someone is looking at you, you'll have that feeling or not, like somebody's looking at me. Yes. So when I was talking to that grandmother, I happened to look at him. Okay. And then he, along with his friends, they were nicely talking something. I don't know what they were, and they were laughing. Okay, then he and his friend, they called my friend who was along with me. And ഞാനിവളുടെ ഫ്രണ്ടിനെ കൂട്ടുകാരിനെ വിളിച്ചിട്ട് സംസാരിച്ച്, നോർമലി സംസാരിച്ചിട്ട് ഞാനാണെങ്കിൽ ഇവളെ നൈസിന് ഇവളുടെ പേരൊക്കെ ചോദിച്ചു. so after that he wanted he found out some way to talk to me. So Like that day itself? Or? yes, that day itself. It was our dinner time. നമുക്ക് ആ ഒരു ക്യൂരിയോസിറ്റി കാണുമല്ലോ, നമ്മളൊരു ആളെ കണ്ടു. അതെ, നിനക്കങ്ങ് ഇഷ്ടപ്പെട്ടു കൊച്ചിനെ. എനിക്ക് സത്യം പറഞ്ഞ എനിക്ക് ആളെ ഇഷ്ടപ്പെട്ടു. എനിക്ക് ആളെ ഒന്ന് മിണ്ടണമെന്നുണ്ടായിരുന്നു. ഇവിടെ നിന്ന് പോകുന്നതിന് മുന്നേ, ഇനി പോവാൻ വേണ്ടി 5 ദിവസമല്ലേ ഉള്ളൂ, പോയി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു കണക്ഷൻ നിൽക്കണമല്ലോ. ആ ഒരു രീതിക്കായിരുന്നു ഞാൻ ആളടുത്ത് നിന്ന് രാത്രി എന്തായിരുന്നു അന്ന് രാത്രി Yes, that day, that night. അന്ന് രാത്രിയാണോ propose ചെയ്യുന്നത്? വേറെ ഒന്നുമില്ല, ഫുഡ് കഴിക്കാൻ ഒരുമിച്ച. ഞാനൊന്നും ചോദിച്ചില്ലല്ലോ. അല്ല, അന്ന് രാത്രി So what happened was, it was Dirty mind. Yes. It was our dinner time, and boys would go first. Okay. Then after that, girls. It would be girls' turn. So they were already done with dinner, and after eating dinner, they would wait for the water vehicle to come. ക്യാനിലാണ് വെള്ളം എടുക്കേണ്ടത്. അപ്പൊ നമ്മൾ ഒരു ദിവസം, നമ്മൾ കോളേജിലൊക്കെ നിൽക്കുന്നവർക്ക് അറിയായിരിക്കും, ഒരു ദിവസം ഒരാൾ എടുത്തു കഴിഞ്ഞാൽ അടുത്ത ദിവസം അടുത്ത എടുക്കണം. അപ്പോ എന്റെ ഇതൊക്കെ കഴിഞ്ഞു. അപ്പൊ ഞാൻ ആളെ കണ്ടല്ലേ, ഞാൻ എന്റെ കൂട്ടുകാരൻ, അവന്റെ പേര് അഖില്. അപ്പൊ ഞാനും അഖിലും കൂടി എന്ത് ചെയ്തു, ഞങ്ങൾ വെള്ളം എടുക്കാൻ ക്യാനും കൊണ്ട് ഓടി. അന്ന് രാത്രി അവിടെ നിന്നു. പിന്നെ ഒരു അരമണിക്കൂർ ആള് ഉള്ളിരുന്ന് ഫുഡ് കഴിക്കുന്നു. അത് വെള്ളം നോക്കിക്കൊണ്ടിരുന്നു. No. He calls me like this. Okay, like this. Then I don't know, there were so many people around me. Okay. I did not mind. I thought he was calling somebody else. Then I did not notice. Then then again he did this. Then I looked around and I said, "Is it me that you're calling?" Then he said yes. So I went and he asked me for water. വെറുതെ പോയിട്ട് പേരെന്താണെന്നൊക്കെ ചോദിക്കുമ്പോ അത് അവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പൊ ആളുടെ എന്റെ കയ്യിൽ ഒരു ഒറ്റ ഐഡിയ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഉദിച്ച ഐഡിയ ആണ്, കുപ്പിയിൽ വെള്ളം ഉണ്ടായിരുന്നു. ഞാൻ വെള്ളം തരുമെന്ന് വെച്ചു, ആള് വെള്ളം തന്നു. Then everything was done. So he returned me the bottle. Then he said thank you. Then I said it's okay, no worries. Then I went back.
Then again he calls me, like, can you come here again? Again like this? No, he called me. Like, I don't know, they have this habit of doing എങ്ങനെയാ വിളിച്ചത്? like that. ആ സമയത്താണ് നമുക്ക് ഈ ഇംഗ്ലീഷും പരിപാടിയൊന്നും വലിയ പിടുത്തമൊന്നും ഇല്ല. ഇല്ല. നമുക്ക് മറ്റേ യാ അതല്ലേ? വെള്ളം അതൊക്കെ തന്നെ നമ്മുടെ പരിപാടി. Then he asked me, what is your name? Then I said Swastika. Then I told him my name, then I went back. So I don't know if it was that day or the day after, they had a huge fight there. ഫുള്ള് അടി ഇട്ടേ ചപ്പാത്തിക്ക് വേണ്ടി. അവിടെ എൻ്റെ ഒരു കൂട്ടുകാരനും പോയിട്ട് അവിടെ ഭയങ്കര പ്രശ്നമൊക്കെ ആക്കി. അവന് ചപ്പാത്തി കൊടുക്കാൻ സമയത്ത് പറഞ്ഞ് ചപ്പാത്തി ഒന്നുമില്ല പൊക്കോളാം ഹിന്ദിയിലൊക്കെ എന്തൊക്കെയോ പറഞ്ഞു. ഇവ വന്നു ഞങ്ങളടുത്ത് പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കൂടെ ഉള്ള ഒരുത്തനാണെങ്കിൽ പോയി ചോദിച്ചപ്പോഴത്തേക്ക് അവിടെ ഉള്ള ബംഗാളീസ് ഒക്കെ ആണെങ്കിൽ പ്രശ്നങ്ങളാക്കി. പിന്നെ അവിടെ ഒരു വലിയ അടിയായി. അവിടെ നിന്ന് ഞങ്ങളെ ഇറക്കി വിട്ടു. പിന്നെ ഞങ്ങളുടെ കോളേജിലെ പ്രിൻസിപ്പാളും അവിടുത്തെ മാനേജ്മെന്റ് ഒക്കെ സംസാരിച്ച് ഞാനാണ് കൈ തൊഴുത് ഇങ്ങനെ പ്രാർത്ഥിക്കോ പറഞ്ഞു വിടല്ലേ തീർന്നു. എനിക്ക് പിന്നെ കാണാൻ പറ്റൂല, നമ്പർ മേടിച്ചിട്ടില്ല, ഇൻസ്റ്റ ഐ ഡി ഒന്നും എനിക്ക് അറിയത്തില്ല. പേര് സ്വസ്തിക എന്ന് മാത്രം അറിയാം. ഇവളുടെ ഇൻസ്റ്റ ഐ ഡി ഒക്കെ വേറെ പേരല്ലേ ആയിരിക്കും. ഇപ്പോഴത്തെ പെൺപിള്ളേരെ പേര് അങ്ങനെ ആയിരിക്കില്ല. ഊന്നൊക്കെ ആയിരിക്കത്തില്ലേ? ഉണ്ട് അശ്വതിക്ക് എന്ത് അങ്ങനെയൊക്കെയാണ് ഇപ്പൊ ഇടുന്നത്. എച്ചൊക്കെ ഒരു 10-15 എച്ചൊക്കെ നീട്ടിയിടും. പിന്നെ കുത്ത് ഐഡി ലൈന്. പിന്നെ ഞാൻ എന്റെ മൈൻഡിലെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എക്സാം ഹോളിൽ നിന്ന് ബിറ്റ് എടുക്കുമ്പോൾ ഉള്ള ഒരു ഇതില്ലേ, ബിറ്റ് എടുത്ത് ആരെങ്കിലും കാണുന്നുള്ള ആ ഒരു മൈൻഡ് നമുക്ക് എല്ലാം കിട്ടൂലേ. അപ്പൊ ഇവളുടെ കാര്യത്തിൽ എനിക്ക് അങ്ങനെയായിരുന്നു. പോയി കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം എങ്ങനെ തപ്പും, ആളെങ്ങനെ കാണും. ഞാൻ എൻ്റെ കൂട്ടുകാരനടുത്ത് പറയുന്നുണ്ട്, എടാ നമുക്ക് പോയി സോറി പറഞ്ഞിട്ട് കേറാം, ഒരു 3 ദിവസമല്ലേ നിന്ന് പോവാ. എന്റെ ഭാഗത്തു നിന്നുള്ള നല്ല കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുള്ളൂ. നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും, എടാ അതുകൊണ്ടല്ലേ ഉപകാരമൊക്കെ ഉണ്ട്. അല്ല, ആ സർട്ടിഫിക്കറ്റ് വീട്ടിൽ ഇരിപ്പുണ്ട്, എന്റെ ഫയലിൽ ഇരിപ്പുണ്ട്, അതിനെകൊണ്ട് ഒരു ഉപയോഗം ഇല്ല. അങ്ങനെ നെക്സ്റ്റ് ഡേ ചപ്പാത്തിക്ക് പ്രശ്നമായി. അന്നത്തെ ദിവസം കണ്ടില്ല. ഓക്കെ. No. After that fight, everything happened. Then they were there for like that issue only. They were talking to somebody. Then he came along with his friends. That time I was going to my respective place. So I went there and he crossed me. Then I just like, since he asked me my name, so I just thought of asking, like, are you okay or not? So that time നിർത്ത് എന്നോട് വെച്ചേക്കണെന്നറിയോ, അറിയോ ഓക്കെ എന്ന്. പിന്നെ നമ്മക്കത് പോരെ, നമുക്ക് എന്താ പറയാ വേണ്ടിട്ട് ഓണത്തിന് പൂക്കളം കിട്ടിയാണൊക്കെ ആ ഒരു ഫീലാ നമുക്ക് ആ സമയത്ത്. No, I did not say with that much affection, okay? I just like how you talk normally. അഫെക്ഷൻ ഇല്ലെങ്കിൽ പോലും നീ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് മതി. പിന്നെ വിങ്സ് ഇല്ലാത്ത നമുക്ക് വിങ്സ് വന്നാണൊക്കെ ആ ഹാപ്പിയാണ് നമ്മള്. അങ്ങനെ അതൊക്കെ ഇരുന്ന് ആ സമയത്ത്. Then after that, okay, he got that thing. Okay, now this girl has started talking to me. Then he came running. Then he said, are you there on Instagram? Then I said yes. Then can you give me your Instagram? Then first I asked why. Then again he like, can you give me your Instagram? Where is your college and everything? He asked me that. Then I said, yeah, of course, I'll give you in the evening. I said him, I'll give you in the evening. നമ്മൾ ഇൻസ്റ്റ ഐ ഡി ഇൻസ്റ്റ ഐ ഡിയുടെ നമ്മള് ലിജോൺ ജെ എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. ഫോൺ നമ്പർ ആണെങ്കിൽ നമ്പർ എഴുതി കൊടുക്കും. ഇവളെങ്ങനെയാന്ന് അറിയത്, മേലെ ഇൻസ്റ്റ ഐ ഡിന്ന് ഹെഡിങ് എഴുതിയിട്ട് 2 കോമ ഇട്ടിട്ട് താഴെ ഇൻസ്റ്റ ഐ ഡി, പിന്നെ ഫോൺ നമ്പർ എന്ന് എഴുതിയിട്ട് കോമ ഇട്ടിട്ട് താഴെ ഫോൺ നമ്പർ നീറ്റായിട്ട്. ബ്ലാക്ക് പെന്ന്, ഒരു ലൈൻ ഇടാത്ത പേപ്പർ. അതിപ്പോഴും ഉണ്ട് എന്റെ കയ്യിൽ, ഇപ്പോഴും ഉണ്ട്. Then he comes and he asks me again, like, can you give me a phone number? Then I said, I don't know, I'll see. Then
we had a break, 12:30 or 1 o'clock. We used to have a break where you can go. There used to be a little store which was run by the residents itself, like the people out there. എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഫോണില്ലല്ലോ. ആ, വീട്ടിലൊന്നും അപ്പൊ ആ വിളിക്കാൻ. കടയില് ഒരു ചെറിയ കീപാഡ് ഫോൺ വരും. Then for 2 minutes you had to give them 5 rupees or 2 rupees, something like that. So I went there with my friends to make a phone call and to have something since we were hungry. ആ ദിവസത്തിന് ശേഷം ഞാൻ എന്നാണ് ഇവളെ കണ്ടത്, അതിന് ശേഷം ഇവൾ എവിടെ പോയാലും ഞാൻ അവിടെ കാണും. ഫുള്ളും ഫോളോയിങ് തന്നെ. Then that was the time we started talking. Then I was there purchasing Fanta, which I had just taken a sip. And then he grabs that from my hand without permission. He took that bottle from my hand without permission and then he starts drinking. Then I was like, I don't know, like what's happening. I'm just looking at him like, അത് ആ സമയം എന്ന് പറയുമ്പോ ഒരു ഫ്ലോയിൽ വന്നത്. വെറുതെ അങ്ങ് വാങ്ങിച്ചെടുത്തു. yes. ഇങ്ങനെ വച്ചിരിക്കായിരുന്നു. എനിക്ക് തന്നെ ലിജോണെ നീ തന്നെ എടുക്കണം എന്നുള്ളൊരു ഇതായിരുന്നു അവൾക്ക്. ഞാൻ പോയി മേടിച്ചു, ഒരു 2 സിപ്പ് അടിച്ചിട്ട് ഞാൻ കൊടുത്തു. പിന്നെ ഞാനാണെങ്കിൽ ലേസ് മേടിച്ചല്ലേ, Yeah. ഞാൻ ലേസ് മേടിച്ചു കൊടുത്തു. പിന്നെ ആ സമയമൊക്കെ എന്ന് പറയുമ്പോ കുറച്ച് കണക്ഷൻ ഒക്കെ Connected ആയി, ആയി, okay. കുറച്ച് മിണ്ടിയൊക്കെ തുടങ്ങി, കാണുമ്പോ ഒന്ന് ചിരിക്കുക, ആ ഒരു കണക്ഷൻ ഒക്കെ ആയി തുടങ്ങി. എന്നിട്ട് പ്രപ്പോസ് ചെയ്തപ്പോ Then that is when we started talking. Then after my duty, like we bunked that day. We had to do till 4 o'clock or 5 o'clock in the evening, but I went in the afternoon itself. ഇവൾക്ക് വേണ്ടിയിട്ട് ഇവൾ എടുക്കുന്ന ഡിപ്പാർട്ട്മെന്റില് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് അറിയോ? ഞാൻ ടീച്ചറിന്റെ അടുത്ത് പറഞ്ഞ് എനിക്ക് അവിടെ തന്നെ ഞാൻ നൈറ്റ് ഡ്യൂട്ടി എടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. Then I went with one of my friends. 2 of my friends were still there in the campus. With one of my friend, I went back to hostel where we were staying. And I went, so he was looking for me. After lunch, he was looking for me over there. And then I was nowhere to be found. So he calls my friends, 2 of my friends who were still there. He calls them. Then he asked, like, did you see her? Where is she? And then നമ്മൾ ഇത്രയും നാള് ഇത്രയും കണക്ഷൻ ആയിട്ട് നിന്നിട്ട് പെട്ടെന്ന് നമുക്കൊരു ഇത് വരത്തില്ല. ആളെ കണ്ടുമില്ല, ഒന്നുമില്ല. then ഞാൻ പോയി ചോദിച്ചു എവിടെയാണുള്ളത് എന്നൊക്കെ ചോദിച്ചു. then they said she went back to hostel. അവർക്ക് മനസ്സിലായി കേട്ടാ, ഞാൻ അവർക്ക് ഓൾറെഡി ഒരു ഇത് കിട്ടി, ഞാൻ ഇവളെ വളയ്ക്കാനുള്ള പരിപാടി. Then he straight away asked them like, do I have a boyfriend or not? Then they said no, because at that ഒന്ന് time ആലോചിച്ച് നോക്കണം, ഇവര് 4 പേരിൽ ഇവൾക്ക് മാത്രം ബോയ് ഫ്രണ്ട് ഇല്ല. ബാക്കി അവർക്കൊക്കെ ഉണ്ട്. ഓക്കെ, ആ സമയത്തിന് ആളെത്തണമല്ലോ. അതെ. so he was not ready to believe that. He did not believe them. So they said, yeah, really, she is not with anybody. And that is when he got butterflies. Okay. That is then, you know what, I still remember he said, my friend, okay, then I'll carry swastika like this and I'll take to Kerala. അല്ല, അതൊരു ഫ്ലോയിൽ സംസാരിച്ച് പോകുന്നല്ലേ. എങ്ങനെയാ നീ പറഞ്ഞ ഡയലോഗ് എന്ന് പറഞ്ഞേ? ഡോണ്ട് വറി, ഐ വിൽ ടേക്ക് ഹെർ ആൻഡ് ഗോ ടു കേരള എന്നൊക്കെ പറഞ്ഞു വിട്ടു. നമുക്ക് ആ സമയത്ത് ഇംഗ്ലീഷ് ഒന്നും വലിയ ഇതൊന്നുമില്ല. എന്നാലും കുഴപ്പമില്ല, കാര്യം മനസ്സിലായി മതിയല്ലോ. Then after that, my friend comes. She comes back to the hostel. Then she told me, like, this guy, he said like this, I think he likes you. And നിനക്ക് ലൈക്സ് ഉണ്ടായിരുന്നു. yeah, I would not disagree to that. Even I liked him back. That is why I talked. So I started talking from that day, like, very nicely. We used to come in the evening at 5 o'clock. എന്നിട്ട് അതിനുശേഷം ഞങ്ങൾ മിണ്ടാൻ തുടങ്ങി കേട്ടാ. ഞങ്ങൾ എന്താ പറയാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. മീൻസ് എനിക്ക് ആളെ ഇഷ്ടമാണ് എന്നുള്ള ഒരു കണക്ഷനും ഉണ്ട്, ആൾക്ക് എന്നെ ഇഷ്ടമാണെന്നുള്ള ഒരു മൈൻഡൊക്കെ ഉണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും നമുക്ക് അറിയത്തില്ല നമ്മൾ ഇത്രയും ക്ലോസ് ആയി പോകുന്ന ഒരു ഐഡിയ ഇല്ലായിരുന്നു. ഞങ്ങള് കടയിലൊക്കെ പോയി ഇരുന്ന് സംസാരിക്കും. So after that is how we started talking, and it was time to go back to our respective colleges. ഒരു 4 ദിവസം 5 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് പോയത്
ഇവളാണ് രണ്ടാമത് വന്നത്. നിന്റെ കോളേജ് എവിടെയാ? എന്റെ കോളേജ് ബാംഗ്ലൂര്, ബാംഗ്ലൂര്. ഇവളുടേതും ബാംഗ്ലൂർ. ബാംഗ്ലൂര്. ഓ, വേറെ വേറെ ഓക്കെ. വേറെ വേറെ സ്ഥലത്താണ്. ഞങ്ങള് പോവാനുള്ള ടൈമായി. ആള് കർച്ചീഫൊക്കെ വെച്ച് ഇങ്ങനെ നിന്നു. ഞാൻ പറഞ്ഞു ശരി ഞാൻ പോയിട്ട് വരാം. That was the time he said I love you for the first time. പോകുന്നതിന് മുന്നേ എന്തായാലും പോണ് പറഞ്ഞിട്ട് പോവാന്ന് പറഞ്ഞു. ഞാൻ പിന്നെ പറഞ്ഞിട്ട് പോയി. Then ഇവളുടെ പേര് ആ സമയത്ത് ഞാൻ ആനി എന്നല്ല വിളിക്കണത്, സ്വസ്തിക എന്നാ. ആ സമയത്ത് ഇങ്ങനെ നിന്നു. ആളുടെ കർച്ചീഫ് എനിക്ക് തന്നു കേട്ടാ. ആളുടെ കർച്ചീഫ് തന്നു. നിന്റെ കൈ ആ ബ്ലൂ കർച്ചീഫ് ഉണ്ട്. you took it away from me. ആളുടെ കൈ പറഞ്ഞേ നീ ഒരു ധാരണയിൽ എത്തണം. നീ ചെയ്ത കാര്യങ്ങളൊക്കെ നീ ഇവിടെ ചെയ്തെന്ന് പറയണം. ഇവളുടെ കയ്യിലൊരു കർച്ചീഫ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാനാണ് ഈ കർച്ചീഫ് എടുത്ത് അതിങ്ങനെ എടുത്ത് ഇങ്ങനെ ചുരുട്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും വേണ്ട കയ്യില്. അതിനാണ് ഐ ലവ് യു ഇങ്ങനെ പറഞ്ഞിട്ടേ ഞാൻ കർച്ചീഫ് കൊടുത്തിട്ട് ഒരൊറ്റ പോക്ക്. പിന്നെ ഞാൻ നോക്കിയില്ല, ഒരൊറ്റ പോക്ക്. ഇല്ല, അവള് പറഞ്ഞു. ഞാൻ പറഞ്ഞപ്പോഴത്തേക്ക് അവള് പറഞ്ഞു കുറച്ച് ടൈം എടുക്കാം, നമുക്ക് ഇപ്പൊ തന്നെ ഒന്നും പറ്റൂല, ടേന്നൊന്നും നടക്കണ്ട. അല്ല പടയൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്തുപറ്റി, ഞങ്ങളെന്താക്കി വെയിറ്റ് ചെയ്തു. ഞങ്ങള് പിന്നെ ഒരു മാസം ഫുള്ളും, ഒരു മന്ത് ഫുള്ളും ഞങ്ങളുടെ ഒരു ഐഡിയ അതായിരുന്നു. ഒരു മന്ത് നമുക്ക് സംസാരിച്ച് നോക്കാം, എങ്ങനെയാണ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോവാം, അല്ലെങ്കിൽ മൈൻഡ് അപ്പ് ചെയ്യാന്ന് പറഞ്ഞു. Yeah, so after that we went back to our colleges. Then we got outings and I came out from my college, he came from his college, then we met at Church Street. Then അതാണ് ഞങ്ങളുടെ ഫസ്റ്റ് ഡേറ്റ്. yes, ഓക്കെ. it was Coco's. No, it was at Coco's and we went there. Then I had written a letter for him a day before. ആള് എപ്പോ എന്നെ കണ്ടാലും ഇതുപോലത്തെ പരിപാടി സമയത്ത്, മീൻസ് വാലന്റൈൻസ് ഡേയോ ആദ്യമായിട്ട് കാണുന്ന സമയം, കുറെ നാൾക്ക് ശേഷം കഴിഞ്ഞ് കാണുന്ന സമയത്തൊക്കെ ആള് ലെറ്ററൊക്കെ എഴുതിയിട്ട് കുറെ തരും. വീട്ടില് കുറെ ഇരിപ്പുണ്ട് ഇഷ്ടത്തിന്, എനിക്ക് വിറ്റാറുണ്ട്. അങ്ങനെ അന്ന് എനിക്കാണ് എന്താ പറയാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു, ഇന്നത്തെ ദിവസം നമുക്ക് ഡേറ്റിന് പോവാം എന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു മാസം കഴിഞ്ഞ് ഞങ്ങൾ നല്ല രീതിക്ക് സംസാരിച്ച് സെറ്റായി. അപ്പൊ ഞങ്ങള് ഒരു പ്ലാൻ ചെയ്തു, നമുക്ക് ഡേറ്റിന് പോവാം. അന്ന് പോയി ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് പിന്നെ എല്ലാം കൊണ്ട് സെറ്റായി. പിന്നെ It was 17th of June 2023. So ഓക്കെ. that is when we started. അപ്പൊ ഈ വർഷം വരുമ്പോ 2 വർഷമായി. ഒരുപാടൊന്നും ആയിട്ടില്ല, പക്ഷേ ആ ഒരു കണക്ഷൻ അത്രയും നിക്കുന്നുണ്ട്. എങ്ങനെയാണ് നാനി ആൻഡ് സച്ചു ഈ ഒരു പേര് വന്നത്? എന്റെ ഓൾറെഡി എന്റെ പേര് സച്ചു തന്നെയാ വീട്ടിൽ വിളിക്കുന്നത്. ഓക്കെ. നേപ്പാളില് നാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? Like how you call your daughter. മോളെ, വാവേ, ചക്കരെ. അപ്പൊ ആളുടെ പേര് ഇവൾ എന്റെ അടുത്ത് പറഞ്ഞു എന്നെ നാനിന്ന് ഇങ്ങനെ അവരൊക്കെ വിളിക്കുന്ന ഇങ്ങനെ. Because my dad, my mom, they used to call me Nani every time. Like when we were, and he heard that. So he asked me what is Nani, and then I told him what it is. Then after that even he started calling me. ഇപ്പൊ നാനി ആൻഡ് സച്ചു എന്നുള്ള ഒരു പേരിൽ ഇൻസ്റ്റാഗ്രാം സ്റ്റാർട്ട് ചെയ്യാന്ന് എപ്പോഴാണ് ഡിസൈഡ് ചെയ്തേ? ഞങ്ങള് It was last year. ഓക്കെ. ലാസ്റ്റ് ഇയർ ഏപ്രിലാണ് ആദ്യമായിട്ട് ഞങ്ങൾ അക്കൗണ്ട് തുടങ്ങിയത്. അപ്പൊ ഒന്നിച്ച് വരും, നിങ്ങളെ വീഡിയോസ് ഒക്കെ എടുക്കും, അങ്ങനെ അപ്ഡേറ്റ് ചെയ്തോണ്ടിരുന്നു. Because he is very good at editing. Okay. So he does all the hard work. Okay. Even now when we shoot a video and everything, I don't have anything. I just need to come take a video with him, but all the Like an artist. but all the hard work he does. And പക്ഷേ വീഡിയോ എടുക്കുമ്പോ ഞാൻ നല്ല തെറിവിളി കൊടുക്കും കേട്ടോ. ഇതിയടി എന്നൊക്കെ ഞാൻ പറയും, കരഞ്ഞിട്ടൊക്കെ ഉണ്ട് വീഡിയോ എടുക്കുമ്പോ. yes, very badly. What he'll say? That too, it's very. തെറി വിളിക്കൂല. തെറി മാത്രം വിളിക്കില്ല നീ? തെറി വിളിക്കൂല. തെറി പഠിപ്പിച്ചു കൊടുത്തുണ്ടോ കൊച്ചിനെ? ആ, തെറി അവൾക്ക് അറിയാം. അല്ല, ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ അവൾക്ക് അറിയാം ഇത് തെറിയാണെന്ന്. എന്താടി നിനക്ക്, നീ വീഡിയോ എടുക്കുന്നില്ല, നിനക്ക് നല്ല ഒരു വീഡിയോ എടുക്കണമെങ്കിൽ നീ വാ ഇവിടെ ഇരിച്ചിട്ട് വീഡിയോ എടുക്ക്. Like very ill. Then I am like very. ഇങ്ങനെയൊക്കെ ചെയ്ത പറയണ.
അത് സംഭവം എന്താണെന്നറിയോ, നമ്മളൊരു വീഡിയോ എടുത്തോണ്ട് നിൽക്കുമ്പോ ഒരു ക്യാമറമാൻ എന്ന രീതിക്ക് നമുക്ക് ആ ഒരു ഇത് കിട്ടും. നമുക്ക് ആ ഒരു ഔട്ട്പുട്ട് കിട്ടിയില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരും. ഞാൻ വലിയ ക്യാമറമാൻ ഒന്നും അല്ല, എന്നാ ഇന്നിരുന്നാ പോലും ഞങ്ങളുടെ ഒരു രീതിക്ക് കരയോ അപ്പൊ? And I am a കരഞ്ഞിട്ടുണ്ട്. crybaby. I will cry. I get emotional very fast. But when we come to see on our page, I look more aggressive. ഓക്കെ. It's like that. Like when കുറെ we see. വീഡിയോ ഞാൻ ഇടാണ്ടിരുന്നിട്ടുണ്ട്. ആള് കരഞ്ഞോണ്ട് മാത്രം. മീൻസ് ആളെന്നെ കുറെ അടിക്കുന്ന വീഡിയോസ് ഒക്കെ ഉണ്ട്, ഞാൻ അതൊക്കെ കുറെ എടുത്തു വെച്ചിട്ടുണ്ട്. When he's irritating me, that part he'll not show. Only when I'm hitting him. ഓക്കെ, ദാറ്റ് പാർട്ട് ഹി വിൽ ഷോ. Yeah. അങ്ങനെ കുറെ വീഡിയോസ് ഒക്കെ And I look more aggressive on Instagram. പക്ഷെ ഇപ്പൊ തിരിച്ചു പറയുന്നുണ്ട് തോന്നല്ലേ ചില വീഡിയോസിലൊക്കെ. But it's not like that. ഓക്കെ. എന്താടാ നിനക്ക്? Yeah. When I get too mad, I'll control. At Okay. there's a point, What right? you will say? എന്താണ് നിനക്ക് പോടാ like that I'll say. Then when I'll not be able to speak in Malayalam, then I'll start in English. ഓക്കെ. When that ഇംഗ്ലീഷ് when മാത്രമല്ല നേപ്പാളിയും പറയും. yes, when what happens is when I get too angry, I start shaking. So when I speak, that words get Okay. I stutter a lot. Like when I'm nervous or angry. ഞാനിങ്ങനെ ചില സമയത്ത് ഇങ്ങനെ ദേഷ്യപ്പെടുമ്പോഴേ ഇവൾക്ക് ഇങ്ങനെയൊക്കെ ഞാൻ Anxiety പോലെ വരും. ഞാൻ പേടിച്ചൊക്കെ പോകും. ആ ഒരു സാഹചര്യമൊക്കെ വന്നിട്ടുണ്ട്. എന്തൊക്കെ പഠിപ്പിച്ചു തന്നത് സച്ചു മലയാളത്തില്? ഞാൻ എന്താ പഠിപ്പിച്ചെന്ന് He did not teach me. Yes, he does. ഞാൻ പോണു. എടാ പോവല്ലേ എനിക്ക്. He does teach me a lot of things, but what he used to talk at home, I listened to that and Oh, you learned by it. I learned. That is how I learned speaking. And ഒന്നൂട്ട് 100 വരെ ആര് പഠിപ്പിച്ചത്? അയ്യോ, അത് പഠിച്ചാ? അന്ന് പറഞ്ഞേ. 1 2 3 4 5 6 7 8 9 10. ഓക്കെ. 10 തൊട്ട് 100 വരെ പറ. 10 20 30 40 50 60 70 80 90 100. ഓ നൈസ്, സൂപ്പർ. പിന്നെ എന്തൊക്കെ പഠിപ്പിച്ചു മലയാളം? Everything. ബാഡ് വേർഡ്സ് എന്തൊക്കെയാ പഠിപ്പിച്ചു തന്നെ? Bad words. So many bad. ടെൻഷൻ ആവണെന്തിനാ? അല്ല ഇവള് എന്തിനാ പറയുന്ന ആലോചിച്ച് നോക്കിയതാണ്. ടെൻഷൻ ആവണെന്തിനാ? That M word. He's taught me that M word. അല്ല ഞാൻ പഠിപ്പിച്ചു കൊടുക്കാൻ മെയിൻ റീസൺ എന്താണെന്നറിയോ, ബാക്കിയുള്ളവര് ഇൻ കേസ് പറഞ്ഞാ നമുക്ക് ആരെയും അറിയണമല്ലോ എന്റെ അടുത്ത് എന്താ. വിളിച്ചു കഴിഞ്ഞാ തിരിച്ച് ഞാൻ റിയാക്ട് ചെയ്യാണ്ടിരിക്കല്ലേ. Then patti, tendi, that was. Then 9 in the morning. ഇതെന്നെ വിളിക്കുള്ളൂ കേട്ടാ ഈ സാധനം. ഇത് നീ എന്ത് പറയാത്തത് പറ. First he'll call me, he'll irritate me like What this. he will call you? He'll say, Dick, 9 in the morning, like this. He'll say so many things. Then I get angry, then I'll say, nee yada 9 in the morning. ദേഷ്യം വരുമ്പോ മാത്രം. വെറുതെ പക്ഷെ ഇവളൊക്കെ വിളിക്കുമ്പോ ഭയങ്കര ക്യൂട്ടായിട്ടാ തോന്നുന്നത്. ഓക്കെ, നീ നേപ്പാളി പഠിച്ചോ? No. ഒന്നും പഠിച്ചില്ല. ഹലോ എന്ന് പറയാൻ പോലും പഠിച്ചില്ലേ? എനിക്ക് അറിയാന്നുള്ളത് ഇവരുടെ ഭാഷയില് അതൊക്കെ അത് നമ്മുടെ ഭാഷയിലുണ്ടല്ലോ. ഇവരുടെ ഇതില് ഉമ്മെന്ന് വെച്ചാ എന്താ? Yes. യെസ് Yes. ആഹാന്ന് വെച്ച് കഴിഞ്ഞാൽ നോ. No. ആ എനിക്കിത് മാത്രം പോരെ. ഇവളെന്തെങ്കിലും ചോറ് വേണമെന്ന് വെച്ചാ ചോറ് വേണ്ടെന്ന് വെച്ചാ അത് മാത്രം പോരെ. അത് മതി എനിക്ക്. Then what else? Other things, you know other things as well. Say. കൊസ്തോച്ചാ. കൊസ്തോച്ച? കൊസ്തോന്ന് വെച്ചാ Kosto hununcha means how are you? ഒരുപാടൊന്നും അറിയത്തില്ലെങ്കിൽ അത്യാവശ്യം. എന്നാ സച്ചു കല്യാണം? അയ്യോ അതിനൊന്നും ടൈം ആയില്ല. ഇല്ല അല്ലേ? ഇപ്പൊ എത്ര വയസ്സായി രണ്ടുപേർക്കും? എനിക്ക് 22, ഇവൾക്ക് 21. ഓ, അപ്പൊ ഇഷ്ടം പോലെ സമയമുണ്ട് അല്ലേ? ലൈക്ക് വാട്ട്സ് യുവർ പ്ലാൻ? My ideal age of getting married is 26. Okay. By 26 അപ്പൊ or നീ 27. അമ്മാമ്മയാവും. പോടാ, യു ക്യാൻ ടേക്ക് മോർ ടൈം ഇഫ് യു വാണ്ട്. Exactly. No, first, മോറ പിന്നല്ലാണ്ട്. what I have planned is first, since I am the elder sibling Okay, in your family. Okay. in my family, so I need to look after a lot of things. I have a lot of responsibilities. So I need to complete all of that first, then comes my part.
അതാണ് ഇത് ഉള്ളതിൽ കുറച്ചിപ്പോ ടാസ്ക് ഉള്ളത് അതാണ്. ആളാണ് ആളുടെ ഫാമിലിയില് മൂത്തത്. എന്റെ നോക്കുമ്പോ ഞാനാ മൂത്തത്. അപ്പൊ എനിക്കിവിടെ കുറെ പരിപാടികളുണ്ട്, അവൾക്ക് അവിടെ കുറെ പരിപാടികളുണ്ട്. സച്ചുവിന് അനിയത്തിയാണോ? എനിക്കൊരു അനിയത്തി. ഓക്കെ. I have a younger brother. അവനാണ് ഏഷ്യൻ ഗെയിമില് ഇപ്പോ പോവാ ഓ കരാട്ടേക്ക്. സിംഗപ്പൂരാ No, Malaysia. മലേഷ്യ അവൻ പോവാ. നൈസ് നൈസ്. അപ്പൊ വീട്ടിലെ പാരന്റ്സ് ഒക്കെ അറിഞ്ഞോ ഈ ഒരു കാര്യം? ഈയിടയ്ക്ക് അറിഞ്ഞേ ഉള്ളൂ. അതിന്റെ ഹാപ്പിയും കൂടിയാ നമ്മള്. My mother already knew about it. ഓക്കെ. I had told her everything. നീ വീട്ടിലെന്താ പറഞ്ഞ? അമ്മ എനിക്കൊരു നേപ്പാളി പെങ്കൊച്ചിനെ അല്ല, കേട്ടിട്ടുണ്ടല്ലോ. ആള് വീഡിയോസ് ഒക്കെ ഞാൻ ഇങ്ങനെ അയച്ചു കൊടുക്കും. അപ്പൊ എന്നോട് ചോദിക്കും, ഇതാരാ, കൊറേ ആയല്ലേ ഇതിപ്പോ. അപ്പൊ എന്നോട് ഞാൻ പറയും ഫ്രണ്ട്, ഇപ്പൊ പരിചയപ്പെട്ടുള്ളു, കമ്പനിക്കാരിയാണെന്നൊക്കെ പറയും. പിന്നെ ആ കമ്പനിക്കാരി വന്നു അമ്മയ്ക്കൊരു ഒരു ഇത് കിട്ടി. നമുക്ക് മനസ്സിലായി കമ്പനിക്കാരി. പിന്നെ അങ്ങനെ പോയി. ഞാൻ ആൾക്കറിയാം. ഓക്കെയാണ്. My father, he has shared a lot of videos on Facebook. He has shared all of our YouTube videos. നോക്കുമ്പോ മോള് കേരളത്തില് വൈറലായി നിൽക്കുവാണെന്ന്. So he has shared all our YouTube videos on Facebook and everything. Then I was really scared to tell him. And then, but I thought his reaction would be very bad, okay? Because ആള് സീനാണ്. ആളെന്തേലും മിണ്ടിക്കഴിഞ്ഞാ അരയില് കത്തിയും തോക്കൊക്കെ ഉണ്ട്. No. He's not. No. He is not like that. He knows the person I am. ആള് എന്ത് ചെയ്താലും അവരെ വീട്ടിലെല്ലാം അപ്ഡേറ്റ് ചെയ്യും. നീ സംസാരിച്ച വീട്ടുകാരൊക്കെ ആയിട്ട്? ഞാൻ ആളുടെ അമ്മേന്റെ അടുത്ത് സംസാരിച്ചു. കുഴപ്പമില്ല, ഓക്കെയാണ്. After that, he has talked to my cousins as well. He has a very good connection with all my cousins. So we are planning to go my place. നേപ്പാൾ? Yes. എന്നാ? We have a very big festival in our Nepali culture, which is called Dasai, ഓക്കെ. that we celebrate during Vijayadashami. So everybody comes to our, like we have relatives, they'll come to our place. It's like, how do I say, it's like Onam here, like it's like the biggest festival, right? So likewise there, Dasai is the biggest festival, and we go, we'll celebrate. So that is when we've decided, like we'll go. And എടാ പേടിയുണ്ടാ? പേടിയൊന്നുമില്ല. I've already said my mother, like he is going to be coming. And കോഴ്സ് ഒക്കെ കംപ്ലീറ്റ് ആയില്ലേ? yeah. കംപ്ലീറ്റ് ആണ്. ഞാനും കംപ്ലീറ്റ് ആണ്, അവള് കംപ്ലീറ്റ്. അതെ, മൊത്തത്തിൽ കംപ്ലീറ്റ് ആണ്. ഇന്ന് റിസൾട്ട് വന്നിട്ടേ ഉള്ളൂ. എന്നിട്ട് എന്താ ഒരു സപ്ലി അടിച്ചു. ഒരെണ്ണല്ലേ ഉള്ളു? അത് സാരില്ല, നമുക്ക് വേഗം എഴുതി. ഒരെണ്ണം സപ്ലിക്ക് ഉള്ളത്. തേർഡ് ഇയറിന്റെ വീണ്ടും 2 എണ്ണം ഉണ്ട്. അപ്പൊ 3 എണ്ണം. How is Kerala? Did you like Kerala? Yeah, it's very nice, similar to my place. Okay. I even like the people here. Some people are a little, but other than that, I've not faced any issues till now. Yeah, it's quite good. I feel very homely here. ഐഫോൺ കൊടുത്ത് പറ്റിച്ചല്ലേടാ കൊച്ചിനെ നീ? Oh my goodness, yes, I have my iPhone, my limited edition iPhone at home. ഞാൻ ആ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി വെറുതെ മാളിൽ പോയി. അവിടെ ഞാൻ ആ വീഡിയോ കണ്ടിട്ട് ഐഫോൺ ഒക്കെ വാങ്ങിച്ചോടെ കറക്റ്റ് ആ ബോക്സ് ഒക്കെ കൊണ്ടുപോഴേക്കും മറ്റേ I'll tell you. I was already sure that it was a prank because he got me that, okay? First when he told me, because I told him I want to get a dog. I thought it would be a dog. okay. Yeah. So, but then കുട്ടീനെ വാങ്ങിച്ചു കൊടുക്കടാ. he ഈ had പട്ടിക്ക് തന്നെ ഒരു ഇത് തന്നെ മേയ്ക്കാൻ പറ്റുന്നില്ല. വേറൊരു സീൻ എന്ന് പറയുമ്പോൾ പട്ടീനെ മേടിച്ചു കഴിഞ്ഞാൽ ഇവള് നേപ്പാളിലൊക്കെ പോകുമ്പോ ആ പട്ടി വെറുതെ വീട്ടിൽ കാണും. നമ്മൾ എന്തിനാണ് വെറുതെ ഒരു ജീവന. So he put me that thing on my eyes. So then നമ്മള് he got me that box. ഇതൊക്കെ കൊടുക്കുമ്പോ അടിപൊളിയായിട്ട് So കൊടുക്കും. he got me that box nicely packed and everything. When I feel that thing, it's like a phone, like that box, okay? But it has no weight in it. When there's a phone inside, there would be little weight, right? Weightless ആയിരുന്നു. But it was weightless, okay? I could not. Then are you pranking me? I said, are you pranking? Then he said, no, you just open and see it. Then I opened and when I see it, there was a Barbie iPhone. And you also sing that song, no? In that. Yeah.
I'm a Barbie girl. You sing. I'm a Barbie girl in the Barbie world. Only that much. ഫസ്റ്റ് ഗിഫ്റ്റ് എന്തായിരുന്നു കിട്ടിയത്? എന്തായിരുന്നു? It was a book since I love reading. ഓക്കെ. ആളുടെ കൈ ഇഷ്ടത്തിന് ബുക്കുണ്ട്. I have a very keen ആൾ എൻ്റെ റിലേഷൻ ആവും മുന്നേ ഒരു ദിവസം 1 മണിക്കൂർ ബുക്ക് വായിക്കുമായിരുന്നു, 1 മണിക്കൂർ പാട്ട് കേൾക്കുമായിരുന്നു, കറക്റ്റ് സമയത്തിന് ഉറങ്ങുമായിരുന്നു. അങ്ങനത്തെ അടിപൊളി പരിപാടീസ് ഒക്കെ ഉണ്ട്. എന്റെ കൂടെ കൂടിയതോടുകൂടി ആ കൊച്ചു പാട്ടുമില്ല, ചീത്തയായില്ലേ? വൈ യു സ്റ്റോപ്പ് ദാറ്റ്? No, I do read. ഉണ്ട്, പക്ഷെ ആ സമയത്ത് ഡെയിലി ചെയ്യുമായിരുന്നു. ഇപ്പൊ ഡെയിലി ഇല്ല. Now I don't on a daily basis, but I have a very keen interest in reading, writing. I used to write every day, like how my day went and about everything. But now I don't. I do it sometimes, but not on a daily basis. ഓക്കെ, ബുക്കാണ് കൊടുത്തത്. Yeah, it was Archer's ഞാനി എന്താ voice. തന്നെ? നാനി എന്താ എന്നാ പറഞ്ഞു കൊടുക്ക്. നീ പറ. പറഞ്ഞു കൊടുക്കാൻ നാനി എന്താ തന്നേന്ന് പറഞ്ഞു കൊടുക്കാനെന്ന്. She asked you. ആ എടാ, നിനക്ക് അത് ഓർമ്മയില്ലേ സച്ചു? What was the first gift I gave you? Don't you know that? Oh my God, that's a shame. ഷെയ്മ അതുകൊണ്ടല്ലേ എനിക്ക് ഈ മറവിയുടെ അസുഖം. നീ മറവി പറ്റില്ല കേട്ടാ. അതൊക്കെ എല്ലാം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്ന് അല്ല വീട്ടിലുണ്ട് കൊറേ. And he also gave me a pendant which had a panda on it. നീ എനിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് ചെയ്തത് എന്താണെന്നറിയോ? What? ആ പിസ്സ കടയിൽ നിന്ന് ബർഗറും പിസയും. അതാണ് ഗിഫ്റ്റ്. അതായിരുന്നു ആദ്യം കിട്ടിയത് എനിക്ക് ഇവിടെ കയ്യിൽ നിന്ന്. No. വേറെന്തായിരുന്നു? So no, I don't have it today. So it was a rose quartz bracelet. സച്ച് വെള്ളം ഇറക്കണം കേട്ടാ. മറന്നുപോയി ഗിഫ്റ്റ്, എല്ലാം മറന്നുപോയി, എല്ലാം. Yes, exactly. That's a shame. അവളൊരു പാവായതുകൊണ്ട് വലിയ മലയാളി പെമ്പിള്ളേരൊക്കെ ആയിരുന്നല്ലേ ഇന്ന് തീർന്നു. It's okay. എന്തായിരുന്നു? ഗിവ് അപ്പ് എന്ന് പറ, ഗിവ് അപ്പ് എന്ന് പറ. No, that I said already. It was a rose quartz ബ്രേസ്ലെറ്റ്. ഓക്കെ ഓക്കെ. ഞാൻ വീഡിയോസ് ഒക്കെ കാണുമ്പോ ഞാൻ ഈ മലയാളം റാപ്സ് ഒക്കെ പാടുന്നു ഞാൻ കണ്ടായിരുന്നു. വേടന്റെ, തിരുമാലിയുടെ ഒക്കെ റാപ്സ് പറഞ്ഞു. എന്നിട്ട് വേടൻ കമന്റ് ചെയ്തു ആ വീഡിയോയില്. തിരുമാലി കമന്റ് ചെയ്തു. ആ അപ്പൊ നമുക്ക് ആ 2 റാപ്സ് കേൾക്കണം. Okay. Let's start. സോ ഞാനീ നമുക്ക് വേണ്ടി റാപ്പ് പാടി തരാൻ പോവാണ്. പിന്നെ ബീറ്റ് എടുത്തിട്ട് റാപ്പടി ചൊപ്പ് തീ പിടിച്ചിന്റെ മൂട്ടില് മിനി നേരം കൊണ്ടൊരു മാത്തിരി കാറ്റടിച്ചപ്പു കാട്ടുതീ കമ്പിരിലാത്തിരി തീപ്പെട്ടിക്കൊണ്ടു തീ കൊടുത്താലുല്ലാസപ്പുത്തിരി പച്ച പരിഷ്കാരി പച്ച മലയാളി ബുർഷർ മുതലാളി മദ്യം മധുരാശി. സൂപ്പർ. ഇനി വേടന്റെ അതൊന്നിച്ച് പാട്. വിയർപ്പ് തുണിയിട്ട കുപ്പായം അതിൻ നിറങ്ങൾ മങ്കുകില കട്ടായം കിനാവ് കൊണ്ടു കെട്ടും കൊത്താരം അതിൽ മന്ത്രി നമ്മൾ തന്നെ രാജാവും ചെറിയ ഭൂമിയിൽ വിധിച്ചത് നമുക്ക് ഉച്ചക്കിരിക്കിൽ നീ ഉയരത്തിൽ പറക്ക് ചെറിൽ പൂതാലും താമര കണക്ക് ചോറ് പോരെ മണ്ണിൽ ജീവിക്കാൻ നമുക്ക്. ഓക്കെ, ഇനി നമുക്ക് ടങ് ട്വിസ്റ്റ് പറയിപ്പിച്ചാലാ? Just try, okay? Okay. I have some English tongue twister for him as well. ടാസ്ക് ആയിട്ടാണ് വന്നത്. നീയല്ലേ ഇവിടെ ആങ്കർ Yes, I know, but since I am getting challenged, you should be getting challenged too. ആന അലറലോടലറൽ. Oh my God. ആന അലറലോടലറൽ. What is ആന? Anna is elephant. Okay, ആന അലറലോടലറൽ. Anna അലറലോടലറൽ. alaralodaralal. ആരൊക്കെയും പറ. Like say 5 times. What was ആന Anna? അലറലോടലറൽ. Wait. Alaralo. ഡലറൽ. Alaralodaral. Dalaral. Yes. ആന അലറലോടലറൽ. Anna alaralodarali. അരളി പൂവും പിന്നെ ആന Anna alaralodaralal. കറക്റ്റ്. Okay. Anna alaralodaralal. Anna alaralodaralal.
Anna Adalalo Daral. Okay. I understood. That's not correct. Are you enjoying the Instagram, the fame and everything? And how you guys handle the criticisms and all? Namalippa Podam Malapuram town. मारे फेरे पास आने को मेरे गली में मारे Who is more romantic? നിങ്ങളൊരു ധാരണയിലെത്ത്. 50% മാത്രമേ ഞാനിപ്പോ ആളെടുത്ത് കാണിക്കത്തുള്ളൂ. പട്ടി തെണ്ടി പോരട്ടെ. പണ്ടാരൻ എവിടെന്ന് കിട്ടുന്നത്? തലമണ്ട അടിച്ച് പൊട്ടിക്കൂ. ഒരു സിറ്റുവേഷനിൽ ആൾക്ക് എന്നെ ഇട്ടിട്ട് പോകാനുള്ള സാഹചര്യം വന്നു. മീൻസ് അത് എൻ്റെ ഭാഗത്ത് ഏറ്റവും വലിയ തെറ്റായിരുന്നു. നിന്റെ മനസ്സിലൊന്നും ഇരിക്കില്ല അല്ലേ? അത് ഉള്ളി ഇരിക്കുമ്പോ ഒരു ഇതാണ്. കല്യാണമൊന്നും കഴിഞ്ഞൊന്നും നടക്കില്ല കേട്ടോ സച്ചു. കണ്ണോട് കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ നീ മിണ്ടാതിരിയടാ. നീ മിണ്ടായിരിയടാ. Okay, next. അത് ഡെയിലി ഞാൻ കേൾക്കുന്നത്. ഞാൻ ആക്ച്വലി ഒരു നല്ലൊരു കൊച്ചാണ്. ഇവിടെ ഒന്ന് കളിക്കും മുണ്ടാതെ പൊക്കോ. സച്ചു തങ്കക്കൂടു. അല്ല, നിന്നെ തങ്കക്കുടന്ന് വിളിക്കാറുണ്ടല്ലേ അവള്. Good fun dressing up like a girl. എന്ന് കാണിച്ചോടാ. തേങ്ങ തല തേങ്ങ ആരാ? പൊട്ടൻ ഏ? കിളിക്കൂട്. തെറിയല്ലാലോ. തെറിയല്ലാലോ. നീ എന്താ കേട്ടെ? കൂ പറ. Stupid. തുപ്പി. Who is more likely to say I love you always? നിനക്കെന്താ ഒരു മടി തിരിച്ചു പറയാൻ? അല്ല അങ്ങനെയല്ല. കൺമണി പൂവേ കണ്ണാടി പൂവേ ഇങ്ങനെയൊക്കെയല്ലേ കാണാൻ. മിണ്ടായിരി. നീ പോടി. നാനി നീ പോ അവിടുന്ന്. അങ്ങനെ പറയോ? സച്ചുക്കുട്ടൻ. ചത്തു ചത്ത ആര്? ആര് ചത്തൂറൻ. ഇതൊക്കെ ഏതാ വേർഡ് മലയാളത്തിൽ?